ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ എന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ അറിയോ? നമുക്കൊരു പുതിയ പെറ്റ് വന്നിട്ടുണ്ട്. എന്താ നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ നമ്മളെ കൊച്ചിയിൽ നമ്മളൊരു നേവിയിൽ നിന്നുണ്ട് നമ്മളെ പയ്യനെ അയച്ചത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതേപോലെ ഇന്നലെ ഒരാൾ എൻ്റെ അടുത്ത് ഇവിടെ പെറ്റ് സ്റ്റേഷനിൽ വന്നേരം പറഞ്ഞ്, നിങ്ങൾക്ക് എന്തെല്ലോ പെറ്റ്സ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ, എയർലോ കൊടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ഈ വന്നിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഇതിങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നല്ല കേട്ടോ, ഇത് ഞാൻ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുന്നതാണ്. വന്നിട്ടുണ്ട് എന്ന് പറയുന്നതാണ് സംഭവം കേട്ടോ. അപ്പോൾ അവർ വിചാരം എല്ലാം ഇങ്ങനെ ഫ്രീ ആയിട്ട് എന്തെല്ലോ കിട്ടുമെന്നോ? അതൊന്നുമില്ല കേട്ടോ, എല്ലാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന തന്നെ. ഇതിൻ്റെ ഒരു ഭ്രാന്തല്ലേ നമുക്ക്. ലൈവ് ഫിഷാണേ, വീഡിയോയിൽ പറഞ്ഞിട്ടല്ലേ. ജീവനോട് ഉണ്ടോയെന്ന് ആദ്യം നോക്കട്ടെ. ആ ഉണ്ട്, നമ്മളെ ക്രാബ്സാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കണ്ട ക്രാബിനെ കണ്ട, ചെറിയ കളർ ക്രാബുകൾ. മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, കുഴപ്പമില്ല വിസറേ. ഇതാ നമുക്ക് എല്ലാത്തിനെയും തുറന്നിട്ട് ഒരു ട്രയൽ ഇട്ടിട്ട് കാണിച്ചു കൊടുക്കാം. പല കളറുകൾ. ഇതാണ്ട നല്ല റെഡ് ക്രാബ്, അതിൻ്റെ കുറേ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ 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 ഇതാ. ഒന്നും മനസ്സിലാകുന്നില്ലല്ലേ? അന്നൊരു കാര്യം ചെയ്യാം, എല്ലാത്തിനും ട്രയൽ ഇട്ടിട്ട് കാണിക്കാം അല്ലേ, അതാണ് നല്ലത്. അതേപോലെ തന്നെ ഇതിപ്പോൾ തന്നെ ഓപ്പൺ ആക്കി, അല്ലെങ്കിൽ ചത്തുപോകും. ഏകദേശം എല്ലാത്തിൻ്റെ എയർ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇന്നലെ അയച്ചതാണ്, ഒറ്റ ദിവസത്തെ ട്രാവലിംഗ് ആണ്. ഇന്നിവിടെ എത്തി കണ്ട. അതിൻ്റെ അകത്ത് ഇവ മാത്രമാണ് ഫുൾ എയർ പോയത്. ചത്തുപോയ ഇല്ല ജീവനോടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ പുറത്തേക്ക് എടുത്ത് അതിനെ സേഫായിട്ട് വെക്കാം അല്ലേ. പണ്ട് വീട്ടിൽ നിന്ന് മീൻ മുറിക്കുമ്പോൾ ഇങ്ങനെ നോക്കലുണ്ട് വന്നിട്ട് അല്ലേ. അതേപോലെ നമ്മളെ മിസറും ഹസമ്പിലും കൂടി ചെയ്യുന്നത് അങ്ങനെ ഉണ്ട്. അയ്യവാ, പിടിച്ചോടെ കടിക്കൊന്നുമില്ല, കടിക്കാൻ മാത്രം ആയിട്ടത്. കയ്യിലിങ്ങനെ പിടിച്ചാൽ ഒരു കുഴപ്പമില്ല. കടിച്ചാൽ തന്നെ ഒന്നും സംഭവിക്കാനായില്ല, അത്രയും ചെറുതല്ലേ. കുറച്ച് വലുതാകുമ്പോഴേ പ്രശ്നമുള്ളൂ. ഓക്കേ, ഒരു കൈ വിളി ഇതായി പോയി മൊബൈൽ. നീ ഒന്ന് എടുത്തതിന്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ക്രാബ്സിനെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ, ഇനി നമ്മളിപ്പോൾ ഇതിൽ വെള്ളവും കാര്യങ്ങളെല്ലാം ഇതിലല്ല, നമ്മളൊരു ടെറാറിയം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഇതിനെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണും വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ ഇതിൻ്റെ അകത്ത് നിർത്തിട്ടോ. ഇതിങ്ങനെ പുറത്തേക്ക് വരും, ഇതിനേക്കാളും കുറച്ച് ഹൈറ്റ് കൂടിയ പാത്രം വേണം. ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഇത് കടിക്കുന്ന കണ്ടേ ഞണ്ട്. എടാ വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും ഞണ്ട് എടുക്കുമ്പോഴുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ഒരു അതാ സംഭവം. എടുത്ത് കാണിച്ചു തരാം. അടുക്കുക ഇതാ കറക്റ്റ് കാണണം. എന്താ അയ്യവാ, കണ്ണുണ്ടോ? ഞണ്ടിൻ്റെ കണ്ണ് ശരിക്കും ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരും കേട്ടോ. അത് ഞണ്ടിൻ്റെ കണ്ണ് പോലത്തെ കണ്ണെന്ന് പറയല്ലോ നമ്മൾ ചില ആളെ. ഇതാ കറക്റ്റ് കണ്ടോ, രണ്ടിങ്ങനെ മേലേക്ക് നോക്കിയേ. ഇത് റെഡ് ടൊമാറ്റോ ക്രാബ്സ് ആണ് കേട്ടോ ഈ കാണുന്നത്. റെഡ് ടൊമാറ്റോ എന്ന് ഇതിൻ്റെ പേര്. ടൊമാറ്റോ പോലെ ഉണ്ടാ, കുറച്ചും കൂടി റെഡാണല്ലേ ടൊമാറ്റോ ആണെങ്കിൽ. എന്താ ഭംഗിയല്ലേ. അയ്യവാ, ഇതിൻ്റെ ഒരു നേക്കിൽ ബാക്കിൽ പിടിക്കലുണ്ട് കേട്ടോ. കുറച്ചും കൂടി വലുതായാലും അങ്ങനെ ഈസി ആയിട്ട് പിടിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഓക്കെ, സെറ്റല്ലേ? അടിപൊളി. അപ്പോൾ ഇവരൊരു 10 പീസാണ് ഉള്ളത്. ഓക്കെ, അവിടെ ഇറങ്ങിയോടെ അടി പോകുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ ഇതിൻ്റെ ഹാൻഡ്സ് നോക്കിയേ. ഇതേതാണെന്ന് മനസ്സിലായ? ഇത് ഗോൾഡൻ ക്ലൗൺ ക്രാബ്സ് ആണ് കേട്ടോ. ഗോൾഡൻ ക്ലൗൺ പർപ്പിൾ ക്രാബ്സ്. ഓക്കെ, കാണിക്കട്ടെ. ഞാൻ പഠിക്കാം. ഇതാ, അയ്യോ അടന്ന്. അതിൻ്റെ കൈ നോക്കിയേ, വേറെ രസമല്ലേ.
ഓക്കെ, ഇതേപോലെ ഇതിനെയും കൂടി സെറ്റാക്കണം. കുറേ ടൈപ്പ് ക്രാബ്സ് ഉണ്ട് നമുക്ക് വളർത്താൻ പറ്റിയ ഫാൻസി ആയിട്ടുള്ളത്. എല്ലാത്തിനും നമുക്ക് മെല്ലെ 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 സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവരെ നമ്മൾ പിന്നെ ഇവരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതവിടെ തൽക്കാലം വെച്ചാൽ നമുക്ക് രണ്ടും കുറച്ച് ഫുഡ് കൊടുക്കാം. നമുക്കൊരു കാര്യം ചെയ്യാൻ കുറച്ച് വേംസ് ഇട്ട് കൊടുക്കാം. വേംസ് പിന്നെ ഇവരെല്ലാം കഴിക്കും കേട്ടോ, എല്ലാം കഴിക്കും. വേംസും കഴിക്കും. പിന്നെ പേടിയൊന്നും ഉണ്ടാവില്ല, അതേ സ്പോട്ടിൽ കഴിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കി നോക്കാം. അത് പേടിച്ച് ഓടുന്നതിലാണെന്ന് നോക്കിയേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സംഭവം എന്താ കാണണ്ടേ? നമ്മൾ ടാർസൻ ഉണ്ട് കേട്ടോ. നേരത്തെ ഇവിടെ ടാർസൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ കുറച്ച് വേംസ് എടുത്ത് വെച്ചേ. ടാർസനെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എന്നിട്ട് പിന്നെ ടാർസൻ്റെ കോളനിയും കാര്യങ്ങളും ടാർസൻ്റെ കേജിൽ നമുക്ക് പോവാം. പക്ഷെ അതിന് മുന്നേ നമുക്ക് അതെ വേടാ, നീ എവിടെ പോയി? നീ ഇങ്ങോട്ടോ. ആ ഓടിച്ചാടി കളിക്കാൻ വിട്ടാ. എനിക്ക് ട്രീറ്റ് വേണോ? ഇതാ ടാർസൻ, ബാ ഇങ്ങോട്ട് വാ. ഇതാ ബാ. ആ ഫുഡ് കാണിച്ചിട്ട് എത്തിക്കാൻ പറ്റുമോ? ഇതാ റെഡി ഇരുന്നോ? ആ മുതലാളി ഇരുന്നോ? ആ വേണോ? ട്രീറ്റ് വേണോ? ട്രീറ്റ് വേണമെങ്കിൽ ഓടി വാ. ഇതാ ടാർസൻ, ബാ ചാട് ഇങ്ങോട്ടോ ബാ. അതായി അപ്പോഴത്തേക്ക് ഞണ്ടുകൾ കോളനി കിടന്ന് ഇപ്പുറത്തേക്കെല്ലാം എത്തിത്തുടങ്ങി. അപ്പോഴത്തേനൊക്കെ ഏതാ രസല്ലേ ടാർസൻ ബേബി. ഇതൊരു വല്ലാത്ത ഇഷ്ടമാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടാ നമ്മൾ ജെല്ലെല്ലാം കഴിഞ്ഞേ. അതിനെ ഒന്നുമില്ല, 2-3 കൂടി ബാക്കിയുള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ ഇതെല്ലാം പോയിട്ട് UAE പോയിട്ട് കംപ്ലീറ്റ് വാങ്ങിച്ചുകൊണ്ടിരണോ അല്ലേ? ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ UAEയിലിരിക്കും ഉണ്ടാവുക. മതി, അത്രേ മതി. ബാക്കി കുറച്ച് കഴിക്കാം. അടുക്കള ഇന്നൊന്ന് കാണിക്കും. ക്രാബിനെ കണ്ട എന്താ റിയാക്ഷൻ നോക്കിയാലോ? ചിലപ്പോൾ കടിച്ചു തിന്നു കേട്ടാ. ഇല്ല പേടിച്ച് ഓക്കെ മതി. നീ ഇരുന്ന് കളിച്ചോ. ഇവിടെ തന്നെ മതി. ആ ബാ ഓക്കെ, നീ എടുത്തോ എടുത്തിട്ട് പോയിക്കോ. കഴിക്കും നോക്കി. അത് നല്ലൊരു റീലെടുക്കാനുള്ള വകുപ്പുണ്ടല്ലോ. ഞാൻ എൻ്റെ ഫോണിൽ എടുക്കാം. ഇങ്ങനെയല്ല നമുക്ക് കിട്ടുന്ന ചാൻസുകൾ നമ്മൾ റീലിന് വേണ്ടി ഉപയോഗിക്കുന്നു കേട്ടോ. അപ്പം നമ്മൾ നല്ല ചാൻസിൽ നല്ല റീലെടുത്ത് പോസ്റ്റ് ചെയ്യും. എന്താ അപ്പോൾ നമുക്ക് പിന്നെ കൊയ്പ്പൂനെടുത്തു പോവാം ഫസ്റ്റ്. വാ, നമ്മുടെ കൊയ്പ്പൂനെ കണ്ട കൊയ്പ്പെല്ലാം വന്ന് നിൽക്കുന്ന നോക്കിയാൽ. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മുള ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബാമ്പു. ഇതെന്തിനാ ഇട്ട് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് റോഡൻ്റ് അല്ലേ. റോഡൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പല്ലിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും കടിച്ചു മുറിക്കാനുള്ള എന്തെങ്കിലും ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി പ്രോപ്പർ. ഇതുണ്ട് ഇതിൻ്റെ പല്ല് വളർന്ന് പുറത്തേക്ക് എത്തും. ഇതാ ശരിക്കും ഇതിനും ഈ മഞ്ഞ കളർ വരുന്നത് പിന്നെ എന്താ പറയുക, ഇരുമ്പിൻ്റെ അംശം ഉള്ളതുകൊണ്ടാന്ന് പറയുന്നത്. നമ്മുടെ ബീവർനെല്ലും അതേപോലെ ഉള്ള ഇരുമ്പിൻ്റെ അംശം ഉണ്ടെന്നല്ല പറയുന്നത്. അത് അത്രയും കട്ടി കൂടുതലും അതേപോലെ കളർ വരുന്നതിൻ്റെ കാരണം അതാ പറയുന്നത്. ഇതും അതേപോലെ തന്നെ ആയിരിക്കും. എന്താ ഭയങ്കര പവർഫുൾ അല്ലേ ടീത്ത്. എന്താ മഞ്ഞ കളർ പല്ല്. അപ്പൊ ഇവരുടെ പല്ലിന് പിന്നെ അതുപോലെ വളർന്ന് വലുതാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ കടിക്കാൻ എന്തെങ്കിലും ഇട്ട് കൊടുക്കും. അപ്പൊ അങ്ങനെ ഇട്ട് കൊടുത്താണ് നമ്മൾ ഈ ബാമ്പൂസ് ഇപ്പൊ നല്ലോണം കടിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടുന്ന് ഞാൻ എന്തെങ്കിലും തിന്നാൻ കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടത്തേക്ക് വന്നു തന്നെ. നമ്മൾ കൊടുക്കുന്ന സമയത്ത് എല്ലാവരും അവിടെ പോയിട്ടുണ്ടായിനെ. ഇപ്പൊ ഞാനിവിടെ കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നു. നമ്മളിങ്ങനെ ട്രീറ്റ് കൊടുത്ത് ഇവിടുന്ന് പഠിപ്പിച്ചോണ്ട് എല്ലാവരും കാണുമ്പോൾ തന്നെ നിൽക്കുന്നുണ്ടാ, അങ്ങനെ നിൽക്കുന്നുണ്ടാ ഡാടാ. അപ്പൊ ഇതിങ്ങനെ കടിച്ച് പൊട്ടിക്കുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അങ്ങനെ ഇതിപ്പോ കുറച്ച് ഉണങ്ങിയതാണെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പൊ ഒരു പച്ച പാമ്പു അല്ല നമ്മൾ ഇട്ട് കൊടുത്തേ. ഇതിപ്പോ ഉണങ്ങിയ പാമ്പു ആണെങ്കിൽ
നല്ല കടിച്ച് പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കാം. ഞങ്ങൾ അത്രയും പവറാണ് ഇവരുടെ പല്ലിന്. അത് ഒരാൾ തിന്നുന്നു അത് പോയി മതിയാക്കി. ഇനി ഈ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന സാധനം അത് നല്ലോണം തിന്നു. ആദ്യം അതിൻ്റെ ഇലയെല്ലാം കംപ്ലീറ്റ് കടിച്ച് തിന്നു. അതിപ്പോൾ അതിൻ്റെ തണ്ടുകൾ മാത്രമേ ബാക്കിയുള്ളത്. ആ തണ്ടുകൾ നമുക്ക് തിന്നുന്നത് കാണാം. ഓക്കെ, ചിലപ്പോൾ നമ്മൾ വീഡിയോയിലെടുത്ത് പോയി കുറേ അങ്ങോട്ട് നിൽക്കുമ്പോഴായിരിക്കും തിന്നാം. എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അതായത് മഴ ഉണ്ടാ, മഴ ഒരു രക്ഷയില്ലാണ്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഫുൾ ടൈം മഴയാണ് ഇപ്പോൾ 3-4 ദിവസമായിട്ട്. നമ്മൾ പെറ്റ് സ്റ്റേഷൻ്റെ കുട കണ്ട ഇങ്ങനെയുണ്ട്. നമ്മൾ ആവശ്യത്തിന് വേണ്ടി അടിച്ചു തന്നിട്ടാ. നമ്മള് പിന്നെ എന്തെങ്കിലും മറ്റേ ഇതുമായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ ചെയ്യണം അല്ലേ? പക്ഷെ നല്ല റേറ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ നമ്മളെ മങ്കീസിനെ കാണിക്കാന്നുള്ളത്. ആ മങ്കിക്ക് ട്രീറ്റ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. എന്നാൽ നമ്മുടെ ടാർസനെയും മൗഗ്ലിനെയും ഒക്കെ നമുക്ക് കാണാം. ആ കൂട്ടിൽ ഇപ്പൊ നന്നായിട്ട് കോരിച്ചെരുന്ന് മഴ ഇങ്ങനെ കയറുന്ന സമയമായിരിക്കും. അപ്പൊ ആ മഴ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് നമുക്ക് അവിടുത്തെ വീഡിയോ എടുക്കാം. അതേപോലെ നമ്മളെ സാറ്റിനെറ്റ് പീജിനെ കണ്ട പ്രാവ് കുറേ കുട്ടികളും അമ്മയെല്ലാം ആയിട്ട് ഇങ്ങനെ അത്യാവശ്യം ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ബ്രീഡ് ചെയ്തിട്ട് കുറച്ചെണ്ണം ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് മുട്ടയിടുന്ന ഇവിടെ അധികം വിരിയിക്കാറില്ല. ഇവിടെ 2 എണ്ണം മാത്രമേ കുട്ടീനെ വിരിയിക്കാറുള്ളൂ. അന്ന് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം ബ്രീഡ് ആയി കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ വരുന്നവർക്ക് നല്ല സ്മെല്ല് ഫീൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പിന്നെ എന്താ പറയുക ലിമിറ്റഡ് കുട്ടികളെ മാത്രമേ ഇവിടെ ഇറക്കുന്നുള്ളൂ. ബാക്കി ഒരു കോളനി ബാക്കിൽ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലോണം ആയിട്ടുണ്ട്, കുറേ കുട്ടികളുണ്ട്. ഇപ്പോൾ താഴത്തുണ്ടോ, ഇതൊരു പുതിയ ഇറങ്ങിയ കുട്ടിയാണ്. നിലത്ത് താഴെ കിടക്കുന്നതാ. കുട്ടീനെ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ പ്രാവിൻ്റെ കുട്ടീനെ കണ്ടാൽ. അതുപോലെ ഇപ്പുറത്ത് നമ്മളെ കിങ്ങലിൽ മുട്ടിട്ട് കിടക്കണ്ടേ. കിങ്ങിന്റെ ഷേപ്പ് ഉണ്ടാവും നല്ല ശരി, നല്ല അടിപൊളി കിങ്ങാണ്. കിങ്ങിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിനാ മുന്നേ. എന്താ ഇതാണ് കിങ് പീജി കേട്ടാ. അതാ വലുപ്പത്തിലേനി കാണിച്ചത്. ഏതാ ഷേപ്പ് നോക്കിയേ. ചില ആൾ കോഴിനെ പോലെ ഉണ്ടെന്നുള്ള മറ്റും നോക്കുന്നതാണ്. ഇവിടെ വരുന്നവർ വിസിറ്റേഴ്സിനെല്ലാം ഇതൊരു നല്ല കൗതുകമുള്ള കാഴ്ചയാണ്. ഇപ്പോഴും പ്രാവിനെ വളർത്തുന്നവർക്ക് ഇതൊരു കൗതുകമൊന്നും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പണ്ട് മുതലേ നമ്മൾ പ്രാവിൻ്റെ മേഖലയിലുള്ള ആൾക്കാർ കാണുന്നല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് വലിയ കൗതുകമൊന്നും തോന്നില്ല. ജസ്റ്റ് ഞാൻ ഇംഗ്ലീഷ് ടെമ്പറിൻ്റെ കൂടും കൂടി കാണിക്കാം. ഇതുണ്ടോ ഫുഡ് ഫെദറിൽ നന്നായിട്ടുള്ളൊരു ബേഡാണ് മേലെ. ഇതുണ്ടോ ഇവിടെ ഒരു കുട്ടിയുണ്ടേ. ഇതല്ല, ഇത് ഈ കോളനിയായിട്ട് ഇടുന്നതുകൊണ്ട് നല്ലോണം അത്യാവശ്യം പറക്കൊക്കെ ചെയ്യണ്ടല്ലേ. ഫുഡ് ഫെദർ ഉണ്ടോ അല്ല, നല്ല ചെറിയ പോലെ തന്നെ കാലിലുള്ള ഫെദർ. അതുപോലെ ഒരു കുഞ്ഞിതാ, ഒരു കുട്ടിയുള്ളൂ. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ ഇത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സ് ആയിട്ട് വരുന്നത്. ഇത് ഇവിടുത്തെ കുട്ടി തന്നെയാണ്. നല്ല ആക്റ്റീവാണ് കേട്ടാ. അതിൻ്റെ വേറൊരു കളർ ഇതാ, രസമല്ല. എനിക്ക് ഈ മിക്സ് കളർ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് മുതലേ. ഓക്കെ, സഫാന കണ്ട എല്ലാവരും മഴയായിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു, ആൾക്കാരും ഇല്ലല്ലോ. അതുപോലെ നമ്മൾ പെറ്റ് സ്റ്റേഷൻ എഴുതിയതുണ്ടാ, നമ്മളെ എഴുതിയതെന്ന് പറയുന്നത് നമ്മൾ മറ്റേ ബോളിവുഡ് സ്റ്റൈലിലാന്ന് എഴുതിയത് കേട്ടോ. അത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും പെറ്റ് സ്റ്റേഷൻ നല്ല രീതിയിൽ കാണാൻ പറ്റും. സൈഡിൽ നിന്ന് ഇതേപോലെ ഓരോ അക്ഷരങ്ങൾ മാറി മാറി ഓരോ സ്ഥലത്ത് വെച്ചിട്ടാണ് ആ ഒരു ഡിസൈൻ ഉണ്ടാക്കിയത് കേട്ടാ. കണ്ടാ നമ്മളെ മൗഗ്ലിൻ്റെ കടി വാങ്ങണ്ടേ. വാ 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 മക്കളെ. ഇവനിക്ക് എന്നെ കടിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല കേട്ടാ. ഇടയ്ക്കിടയ്ക്ക് ഉള്ള സൂക്കേടാണ്. മൗഗ്ലി പിന്നെ എല്ലാം സെറ്റാണ്, വേറെ ആരെയും കടിക്കൂല കേട്ടോ. എന്നെ മാത്രമേ അടിക്കൂ, എന്നെ പുഷ്പേച്ചിന. അത് ഇവരെ സ്വഭാവത്തിലില്ലാന്ന് തോന്നും, സ്നേഹിക്കുന്ന ആളാ. ആക്കടാ
ഞാൻ പറഞ്ഞേ ഉറപ്പായിട്ട് കടിക്കും. അത് എന്നേ കടിക്കൂ. കണ്ടാ കടിച്ച് 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 എൻ്റെ പണി കഴിക്കൂ പഹയെ. കണ്ടാ എടാ നിൻ്റെ കൂട്ടിൽ തന്നെ കയറാൻ ഇപ്പം എനിക്ക് പേടിയാണ്. എന്നാ നീന്നാ ആ എന്നാ കണ്ട 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 സ്നേഹിക്കുന്നയാളെ കടിക്കല് പ്രത്യേകതര സ്വഭാവം. അതേപോലെ രണ്ടാൾക്കാർ ഇതണ്ട അത്യാവശ്യം സൈസായി വരുന്നുണ്ടേ. ആ പിന്നെ ഒന്നിനെ ഇവരെല്ലാം കൂടിയിട്ട് പണിയാക്കിയോണ്ട് ഞാൻ ഇതാക്കിയ എൻ്റെ മേത്തേക്ക് ഏതാച്ചാട്ടോ. എടാ പഹയ ഇതാണ് മൗഗ്ലി. ഇവൻ മാത്രം എന്നെ കടിക്കൂ, വേറെ ആരും കടിക്കൂല. ആ കണ്ടാൻ തണ്ട് അടിക്കും തന്നെയാണ്. ഒരു പ്രത്യേക സ്വഭാവം അല്ലേ. കടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ല ഫുള്ള് കടിച്ച്. എന്നാൽ വേറെ ആരടുത്തോ പ്രശ്നമുണ്ടോ? ആരടുത്തും പ്രശ്നമില്ല, നമ്മളുടെ അടുത്ത് മാത്രം കുഴപ്പം. സങ്കടം ഉണ്ട് കേട്ടാ. അതെ കുറച്ച് ബാക്കിയുണ്ട്, അതേതായാലും ഓർക്ക് തന്നെ കൊടുത്തേക്കാവോ. ഇനി കടിച്ചെങ്കിൽ ഞാൻ നല്ല അടിയൊരു ഇടണം. ഓക്കെ, അപ്പം നമുക്ക് ടാർസനും കൂടി ടാർസിക്ക് കൊടുക്കണ്ട. ടാർസൻ നല്ലോണം തോന്നിനി അതുകൊണ്ട് ടാർസൻ എടുക്കണ്ട. ടാർസൻ വയറെല്ലാം ഫുള്ളാണ്. ഇത്ര സമയത്ത് തിന്നാണെങ്കിൽ ടാർസി ഇതണ്ട നമ്മൾ ആദ്യം കാണുമ്പോൾ ഓടുന്ന ആളാണ്. ഇപ്പം അങ്ങനെ ഉണ്ട് ബാബാ. ഇനി മേലെ കൂടെ ഇറങ്ങി, ഇതിലേ കൂടെ ഇറങ്ങി. ആ ഇതിങ്ങനെ ട്രീറ്റ് കാണിച്ചാൽ ഇങ്ങനെ കുറേ ഗുണമുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതെല്ലാം ചെയ്യിപ്പിക്കാം. ബാബാ ഇവിടെ വന്ന് ആ ആ ആ ആ ആ ഇനി ഇതേമാതിരി ഇതിന് മേലേക്ക് തന്നെ കയറി ബാ രണ്ടാളും ബാ ആ ഇറങ്ങി ആ ഇതാ ബാ ആ ഓ ടാർസി കയറിക്കണ്ട. ടാർസനാന്നത് ടാർസി കയ്യിൽ കയറിക്കണ്ട. ബാ ടാർസൻ ബേബി ബാ. എന്താ വരാനൊരു മടി. ആ ബാ ആ ഇവൻ വന്നാൽ പിന്നെ ഓള് വരൂല. ആ അടിക്കടിക്ക് എൻ്റെ കയ്യിൽ തരൂല. ആ ബാ. അയ്യോ എൻ്റെ മുത്ത് നിലത്ത് വീണ് എല്ലാം മുറിഞ്ഞു പോയാ. അല്ല ഫുള്ള് മണ്ണായി. അല്ല നല്ല പേടിയെല്ലാം മാറി രണ്ടാൾ സെറ്റായി. അങ്ങോട്ട് തിന്നോ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞ ആളെല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ മൗഗ്ലീനെ കാണിക്കാമെന്ന് പറഞ്ഞ് മൗഗ്ലീനെയും കാണിച്ച് ടാർസനെയും കാണിച്ച് ടാർസിനെയും കാണിച്ച് അല്ലേ മോനെ. ആ അല്ല മേത്ത് തൊടാനൊന്നും പറ്റില്ല, മേലെ കയറിയിരിക്കും അത്രയാണ്. പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ എന്തെല്ലോ മിക്സ് ആയിട്ടാണ് വന്നല്ലേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ ബൈ. അപ്പോൾ ഇത് കണ്ടോ ക്യാമറാമാൻ മിസർ എപ്പോൾ സെയിം. പിന്നെ എപ്പോൾ നീ എന്നല്ലേ ക്യാമറ എടുക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ക്യാമറാമാൻ മിസറിനോടൊപ്പം ജാബിർ. ഓക്കെ ബൈ.